സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആണല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. കമ്പാരിസൺ അല്ലായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ കഴിഞ്ഞു. സ്ട്രിങ്ങിന്റെ ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? മാം ഫ്രൈഡേ ഉള്ള നോട്ട് ഒന്ന് റെക്കോർഡ്സ് അയച്ചു തരുമോ? ഫ്രൈഡേ അയച്ചില്ലായിരുന്നു, ഞാൻ അയക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു തോന്നുന്നു കേട്ടോ, ഞാൻ നോക്കട്ടെ. മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കണേടാ. ഇതുവരെ വന്നിട്ടില്ലായിരുന്നു മാം, അതുകൊണ്ടാ. ഓക്കേടാ, ഞാൻ അയച്ചുതരാം. ഒന്നൂടെ അയച്ചുതരാവേ സെഷൻ കഴിഞ്ഞ പാടെ തന്നെ. സോ ഒരാൾ ഷെയർ ചെയ്തോ, ശിഖ അല്ലെങ്കിൽ റിൻറ്റു ഷെയർ ചെയ്തോ കേട്ടോ. ഞാൻ ചെയ്യണോ? ഇപ്പൊ വീട്ടിൽ തിരിച്ചെത്തിയായിരുന്നോ ഡയന, അതോ ലാപ്പ് അങ്ങോട്ട് എടുത്തോ? എന്ത് ചെയ്തിരിക്കുക? അങ്ങോട്ട് എടുത്തിരിക്കുക. പിന്നെ പള്ളിയില് ഉത്സവമാണ് മാഡം, 10 ദിവസം. അപ്പൊ അതിന്റെ ബഹളവും എല്ലാം ആണ്. അപ്പൊ അതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടാ സംസാരിക്കുന്നത്. മനസ്സിലായി. അത് ഇത് ഉത്സവത്തിന്റെ പെരുന്നാളിന്റെ സമയമാണല്ലോ. അതിന്റെ 10 ദിവസം ഉണ്ട് മാം. നെക്സ്റ്റ് സൺഡേ കഴിയുള്ളൂ, 4-ാം തീയതി. ഓക്കെ. അതിന്റെ ഓക്കെ. സോ നമ്മൾ ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സ്ട്രിങ് ഹാൻഡ്ലിംഗ് വരെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ടേം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ടോടാ? കേട്ടിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞൂടാ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ടേം കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. എല്ലാവരുടെയും കണ്ടീഷൻ അതാണോ, അതോ ആർക്കെങ്കിലും അതേം പറയാൻ പറ്റുമോ? ഓക്കെ, എങ്കിൽ ഞാൻ തന്നെ പറയാം. ഈ സെയിം മീനിങ് നമ്മുടെ മാത്തിനകത്തെ ഫങ്ഷൻസ് ഒക്കെ തന്നെയാണ്. ആ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ രണ്ട് മിക്സ് ആക്കണ്ട. ഓക്കെ. ഓക്കെ. സോ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ എനിക്ക് രണ്ട് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, അതെനിക്കൊരു 4, 5, 6 എനിക്ക് എപ്പോഴെല്ലാം തോന്നുന്നു അപ്പോഴെല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. ക്ലിയർ? എനിക്ക് റീയൂസബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അഡീഷന്റെ ഓപ്പറേഷൻ എനിക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. ക്ലിയർ ആണോടാ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അതായത് ലെറ്റ്സ് എനിക്ക് അഡീഷൻ ആണ് ചെയ്യാനുള്ളത്. അഡീഷൻ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? എനിക്ക് ഒന്നുകിൽ എനിക്ക് പല തരത്തിലുള്ള ഇൻപുട്സ് കൊടുത്തിട്ട് പല നമ്പേഴ്സ് കൊടുത്ത് എനിക്ക് അഡീഷൻ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെ വെച്ചിട്ട് തന്നെ പല തവണ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മാമിന്റെ നോട്ട് ഉണ്ടാവോ? ഫങ്ഷൻസിന്റെ ആണോടാ? ഉണ്ട്, ഞാൻ തരാം. ഓക്കെ. അത് നിങ്ങൾക്ക് നോട്ട്സ് തരാം ഞാൻ എന്നാലും. മാം ചാറ്റിനകത്താണോ തരുന്നേ? ചാറ്റിലാണ് ഇടുന്നേ. ഞാൻ ഈ തരുന്ന നോട്ട്സിൽ എല്ലാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങളെ കൊണ്ട് പ്രോഗ്രാം ആയിട്ട് ചെയ്യിക്കുന്നത്. ഇത് ഫംഗ്ഷന്റെ അല്ലേ? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. മാം ഒരു മിനിറ്റ് ഒന്ന് കോപ്പി ചെയ്തോട്ടെ. ആടാ ഞാൻ എന്താ ചാറ്റിൽ ഇട്ട് തരികയാണ് ബാക്കിയും കൂടെ. ഓക്കെ. ഓക്കെ മാം.
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഉണ്ട് അതില്. ഓക്കെ, സോ ഞാൻ ഈ നോട്ട്സിൽ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം എ സ്പെസിഫിക് ആക്ഷൻ and it is reusable and duplication of the logic would be removed. അതായത് എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനെ പെർഫോം ചെയ്യാൻ ഒറ്റ തവണ കോഡ് എഴുതിയാൽ മതി ആൻഡ് എനിക്ക് അതിനെ എത്ര തവണ വേണമെങ്കിലും ആക്സസ് ചെയ്തുകൊണ്ടിരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻസിനെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? അതായത് ഇപ്പൊ ഒരു അഡീഷൻ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ പെർഫോം ചെയ്യാനാണെങ്കിൽ ഒറ്റ തവണ കോഡ് എഴുതിയാൽ മതി എന്നാണോ മാം ഉദ്ദേശിക്കുന്നത്? യെസ്, അതെ, ഒറ്റ തവണ കോഡ് എഴുതിയാൽ മതി. കറക്റ്റ്. ഡയാനയ്ക്ക് ക്ലിയർ ആണോടാ? സോ ലെറ്റ്സ് സേ ഇതിൽ ഫങ്ഷൻസ് രണ്ട് തരത്തിലുള്ളതുണ്ട്. ബിൽഡ് ഇൻ ഫങ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, ബിൽഡ് ഇൻ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ പൈത്തൺ ബൈ ഇറ്റ്സെൽഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മെത്തേഡ്, ഇൻപുട്ട് ഫങ്ഷൻ. നമ്മളൊരു യൂസറിന്റെ അടുത്ത് വാല്യൂ റീഡ് ചെയ്യാൻ നേരം എങ്ങനെ എഴുതുന്നേ? ഇൻപുട്ട് പിന്നെ ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് വാല്യൂ അല്ലേ? സെയിം വേ, അതായത് ഇൻപുട്ട് ബ്രാക്കറ്റ്സ്, അതായത് പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇതൊരു ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എന്ന ടേം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അതായത് ആ ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് വരുന്ന ഏതൊരു വേർഡിനെ നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കാം. നമ്മുടെ ഈ കേസിൽ ഇൻപുട്ട് അല്ലെങ്കിൽ പ്രിന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ആ നോട്ട്സിൽ തന്നെ ഉണ്ട്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇതിനു മുമ്പ് ഒരു ഡെഫിനിഷനും ഇല്ല. ഈ ഒരു ഞാൻ വെറുതെ ഒരു ഫംഗ്ഷന്റെ പേര് മാത്രം കൊടുത്താൽ അത് ആരാന്ന് ഐഡന്റിഫൈ ആവത്തുമില്ല. ഞാൻ എന്ത് ചെയ്യണം? യൂസർ തന്നെയാണ് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, ഇൻവോക്ക് ചെയ്യുന്നത്. എല്ലാം ആരാ ചെയ്യുന്നത്? ഈ കോഡ് എഴുതുന്ന ആളാണ്. മനസ്സിലായോടാ? കോഡ് എഴുതുന്ന ആള് തന്നെ ക്രിയേറ്റ് ചെയ്ത് ആക്സസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫങ്ഷൻസിനാണ് എന്ത് പറയുക? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിന്റും ഇൻപുട്ടും ഒക്കെ നമ്മളാകെ എന്താ വെച്ചാൽ ഇൻപുട്ട് നമ്മൾ ജസ്റ്റ് കോഡ് ചെയ്തെന്നല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷന്റെ അകത്തുള്ള ആക്ഷൻസ് നമ്മളാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അല്ല, അത് ലൈബ്രറി അല്ലേ? അതെ, അതൊരു ലൈബ്രറിയിൽ നിന്ന് അച്ചീവ് ചെയ്തതാണ്. പക്ഷെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് അങ്ങനെയല്ല, നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത് അല്ല. മനസ്സിലായടാ? മനസ്സിലായോ? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ബിൽറ്റ് ഇൻ ഫങ്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് പല തരത്തിലുള്ളതുണ്ട്. ഓക്കെ, ഓരോരോ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെയിൻ കീവേഡ് ആണ് ഡെഫ് എന്ന് പറയുന്നത്. DEF, ഡെഫ്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ഇവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ. ബേസിക്സില് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണോ? ഒരു ഡയറക്ടറിയോ പാക്കേജോ ക്രിയേറ്റ് ചെയ്തോളൂ. അത് മതി. ബേസിക്സിന്റെ അകത്തോ? ബേസിക്സിന്റെ അകത്ത് നമ്മൾ ലൂപ്പിനൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോടാ? അതുപോലെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോളൂ, ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തോളൂ, പേര് കൊടുത്തോളൂ, ഫങ്ഷൻസ്, ന്യൂ
പൈത്തൺ പാക്കേജ് അല്ലേ? പൈത്തൺ പാക്കേജോ ഡയറക്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ പൈത്തൺ പാക്കേജ് എടുക്കുവാണ്. അതിൻ്റെ അകത്ത് എന്താ മാം ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഫങ്ഷൻസ് അല്ലേ? ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. അതിൽ ആദ്യം കൊടുക്കൂ ബേസിക് ഫങ്ഷൻ ഡോട്ട് പി വൈ. ആദ്യത്തെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. മാം ഫങ്ഷൻസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫങ്ഷൻസിനകത്ത് ബേസിക് ഫങ്ഷൻസ് അല്ലേ? ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ബേസിക് ഫങ്ഷൻസ് ഡോട്ട് പി വൈ. ഓക്കെ. ഓക്കെ, ടൈപ്പ് ചെയ്തോളൂ. ഡെഫ് DEF സ്പേസ് add ബ്രാക്കറ്റ്സിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തോളൂ. ഒരു കോളൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു കോളൻ. ഓക്കെ. എൻ്റർ അടിക്കൂ. പ്രിന്റ് ബ്രാക്കറ്റ്സിൽ 3 + 5. വേണമെങ്കിൽ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോളൂ 3-നെയും 5-നെയും. ഓക്കെ. അത് ഈ ഫംഗ്ഷന്റെ മേളിലാണോ? ഫംഗ്ഷന്റെ ഉള്ളിൽ ചെയ്തോളൂ. x, y എന്ന രണ്ട് വേരിയബിൾസിലേക്ക് അതിനെ അസൈൻ ചെയ്തോളൂ. മാം ഡെഫ് പാർട്ട് കഴിഞ്ഞിട്ടല്ലേ? അതെ, ഡെഫ് കഴിഞ്ഞിട്ട് പ്രിന്റ് x + y കൊടുത്തോളൂ. b = 5. ഓക്കെ. പ്രിന്റ് x + y കൊടുക്കട്ടെ മാം? പ്രിന്റ് x + y കൊടുക്കണം. ഡയാന എന്തെങ്കിലും ചോദിച്ചായിരുന്നോടാ? കഴിഞ്ഞു. ഓക്കെ, ഇനി താഴെ കൊടുക്കൂ. എൻ്റർ അടിക്കൂ. ഒരു മിനിറ്റ് മാം. ആ, പ്രിന്റ് x + y എന്ന് മാത്രം കൊടുത്താൽ മതി അല്ലേ? പ്രിന്റ് x + y. പിന്നെ ആഡ് ഫംഗ്ഷൻ വിളിക്കണ്ടല്ലോ മാം? വേണ്ട. ഇനി ആഡ് ഫംഗ്ഷനെ വിളിക്കണം. എങ്ങനെയാ വിളിക്കുക? നമ്മൾ പേ ചെയ്ത സ്റ്റെപ്പാണ് ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ഇത്. എന്താ നമ്മള് മാം പറഞ്ഞില്ലായിരുന്നോ നമ്മള് ഡിക്ലെയർ ചെയ്യണം, ഡിഫൈൻ ചെയ്യണം, ഇൻവോക്ക് ചെയ്യണം. യെസ്. അതെ. അപ്പം ഈ ഫസ്റ്റ് നമ്മൾ അതിനെ കോൾ ചെയ്തു. എന്താ പറയാ? ഡിഫൈൻ ചെയ്തു. അപ്പം നമ്മൾ ഇത് അസൈൻ ചെയ്തേക്കല്ലേ എക്സിന്, ഈ വേരിയബിൾ വൈന്. അത് നമ്മൾ അതിനകത്ത് പെർഫോം ചെയ്യുന്ന ആക്ഷൻ ആണ്. അത് നമ്മൾ അതിനകത്ത് പെർഫോം ചെയ്യുന്ന ആക്ഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യണ്ടേ? നമുക്ക് ഇവിടെ ഡിക്ലറേഷൻ എന്ന സ്റ്റെപ്പ് ഇല്ല. പകരം ഡെഫിനിഷന്റെ കൂടെ തന്നെയാണ് ഡിക്ലറേഷനും ചെയ്യുക പൈത്തൺ ഫംഗ്ഷൻസിന്. ഓക്കെ. സോ ഇതിനെന്ത് പറയാം? ഡെഫിനിഷൻ പ്ലസ് ഡിക്ലറേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇൻവോക്കേഷൻ. ഇൻവോക്കേഷന്റെ മീനിങ് എന്താ? ഇൻവോക്കേഷൻ ആക്സസ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പോയി വിളിച്ചു കൊണ്ടുവരാന്നൊക്കെ പറയല്ലേ നമ്മള്? എന്താ വിളിക്കാന്ന് പറയാം, വിളിച്ചു കൊണ്ടുവരാന്നൊക്കെ പറയൂലേ? അതായത് എന്ത് ആക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് അതിനെ കോൾ ചെയ്യാനാണോ മാം? അതെ. ഓക്കെ. അപ്പൊ കൊടുത്തോളൂ. ആഡ് ആണോ? എൻ്റർ അടിക്കൂ. ബാക്ക് സ്പേസ്. ഓക്കെ. യെസ്. ഇനി കൊടുക്കൂ ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് എക്സിക്യൂട്ട് ചെയ്തേടാ. എന്താ പ്രിന്റ് ആയ? 8 പ്രിന്റ് ആയി അല്ലേ?
ഇനി 3യുടെയും 5ന്റെയും വാല്യൂ ഒന്ന് മാറ്റി കൊടുക്കൂ, വേറെ വാല്യൂസ് കൊടുത്തു നോക്കൂ. എക്സിക്യൂട്ട് ചെയ്തോളൂ. കിട്ടി. റിസൾട്ട് കിട്ടി അല്ലെ? സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതുക. അതായത് വിത്തൗട്ട് പാരാമീറ്റേഴ്സ് ഉള്ള ഫംഗ്ഷൻസിനാണ് ബേസിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. വിത്തൗട്ട് എന്താണ് ബേസിക് പാരാമീറ്റർ, പാരാമീറ്റർ? ഓക്കെ, പാരാമീറ്റർ PARAMETR, പാരാമീറ്റർ എന്താണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഇതിലൊരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ. സ്പെല്ലിംഗ് ഞാൻ തരാവേ. ഇത് കഴിഞ്ഞിട്ടാണോ? ഇനി വേറൊരു ഫയലാണോ? പുതിയ ഫയല്. ഓക്കെ. പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻസ് ചാറ്റിലുണ്ടടാ. അയ്യോ, നോക്കട്ടെ. ഡയാന ക്രിയേറ്റ് ചെയ്തോടാ. ക്രിയേറ്റ് ചെയ്തു. പ്രിന്റ് ക്രിയേറ്റ് ചെയ്തില്ലേ? ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യൂ. ഒരു ടൈപ്പ് ചെയ്യൂ DEF def. ഓക്കെ. ആഡ് എന്ന് പേര് കൊടുക്കും. ഇത്തവണ ബ്രാക്കറ്റിൽ AX, Y എന്ന് പാസ് ചെയ്യൂ. ആഡിനകത്താണോ മാം? അതാ ബ്രാക്കറ്റ്സിന്റെ അകത്ത്. ഇപ്പൊ കേഴ്സർ ഉള്ളിടത്ത് തന്നെ. X, Y യോ? X, Y. ഓക്കെ. കോളം കൊടുക്കൂ. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന് നമ്മൾ കോൾ ചെയ്യുമ്പം കോളൻ കൊടുക്കണം അല്ലേ? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കോളം കൊടുക്കണം. ഡിഫൈൻ ചെയ്യുമ്പോൾ കോളം. ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ കോളം കൊടുക്കണം നമുക്ക്. ആഡ് ഓഫ് X, Y കൊടുക്കൂ. പ്രിന്റ് X plus Y. Okay. ടൈപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വരട്ടെ. എക്സിക്യൂട്ട് ഒന്നും കാണത്തില്ല. കാരണം എന്താ? എക്സിനും വൈക്കും നമ്മള് എക്സിനും വൈക്കും വാല്യൂ കൊടുത്തില്ലേ ഒരു കാര്യം. സെക്കൻഡിൽ നമ്മൾ അതിനെ വിളിച്ചോ? ഇല്ല. സോ ഫംഗ്ഷൻസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കോൾ ചെയ്തിട്ടുണ്ടാവണം അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ. നമ്മൾ ഇതുവരെ ചെയ്തതിൽ നമുക്ക് അങ്ങനത്തെ സ്റ്റെപ്പ് ഇല്ലായിരുന്നു അല്ലെ? ഡയറക്ട്ലി കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫംഗ്ഷൻസ് എഴുതുമ്പോ അങ്ങനെയല്ല. ഫംഗ്ഷൻസ് എഴുതുമ്പോ ഒരു ഡെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന്റെ അകത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാലിൽ കൃത്യമായിട്ട് എഴുതി കൊടുത്തിരിക്കണം. ആൻഡ് വൺസ് ദാറ്റ് ഈസ് ഡൺ നമ്മൾ ഇൻവോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ ഇൻവൊക്കേഷൻ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കോഡ് വർക്ക് ആവത്തുള്ളൂ. നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ എൻ്റർ അടിക്കൂ, ബാക്ക് സ്പേസ് അടിക്കൂ കേട്ടോ. എൻ്റർ ബാക്ക് സ്പേസ് എന്തിനാണെന്ന് മനസ്സിലായല്ലേ? നമ്മുടെ ഫംഗ്ഷന്റെ പുറത്തേക്ക് എത്താനാണ്. കേളി ബ്രാക്കറ്റ്സ് ഫംഗ്ഷന്റെ ഇത് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ച് ബാക്ക് സ്പേസ് അടിക്കാൻ പറഞ്ഞു. മാം, ഈ ഫംഗ്ഷന്റെ അകത്ത് തന്നെ നമ്മളിപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇൻവോക്ക് ആവത്തില്ലടാ. അത് റിക്കർസീവ് ഫംഗ്ഷൻ ആവും. റിക്കർസീവ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. പഠിക്കാനുണ്ട്. പഠിക്കാനില്ല, ആക്ച്വലി ജസ്റ്റ് അറിഞ്ഞിരുന്നാ മതി, പറഞ്ഞുതരാം. ടൈപ്പ് ചെയ്തോളൂ. ആഡ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യൂ. 2 നമ്പേഴ്സ് പാസ് ചെയ്യൂ. Okay, 6,7. Okay. 6. എക്സിക്യൂട്ട് ചെയ്യൂ. മാം 4,6 എന്നല്ല അവര് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക.
പക്ഷെ അങ്ങനെ വന്നപ്പോ എനിക്കിവിടെ ഒരു ഇത് കാണിക്കുന്നുണ്ട് X:4,Y:6 എന്ന്. കാണിക്കുന്നു മാം. ഒന്ന് കാണിച്ചോടെ ഷെയർ ചെയ്ത് ഒരാൾ ഷെയർ ചെയ്തേ. എന്റേത് അതുപോലെ വന്നു എന്നാ പറയുന്നതെന്ന് തോന്നുന്നു. അത് തന്നെ, അതായത് എക്സ് ശിഖയ്ക്ക് വന്ന പോലെ അങ്ങനെ തന്നെ വന്നു. അങ്ങനെ വന്നാണോ? അത് കുഴപ്പമില്ല. ഇല്ല. ഞാൻ വിചാരിച്ചു വേറെ എവിടെയോ വന്നു, അതാ ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞു. അല്ലല്ല. ഒന്ന് എക്സിക്യൂട്ട് ചെയ്തപ്പോ 13 കിട്ടി. അതിന് താഴെ ഒരു വട്ടം കൂടി ആഡിനെ വിളിക്കൂ. ഇത്തവണ നമ്പേഴ്സ് മാറ്റി കൊടുക്കാം. എൻ്റർ അടിക്കൂ. ഇത്തവണ ആഡിലേക്ക് പാസ് ചെയ്യുന്ന നമ്പേഴ്സിനെ മാറ്റി കൊടുക്കൂ. ഓക്കെ. അതായത് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻ സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് ഡാറ്റ സെറ്റ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കൂ. അതുകൊണ്ടാണ് ആദ്യം നമ്മള് വാല്യൂ കൊടുക്കാഞ്ഞത്. അതെ, നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ മതിയായിരുന്നു? ബേസിക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? എനിക്ക് പെർഫോം ചെയ്യേണ്ട ആക്ഷനിൽ എനിക്ക് വേറെ സ്പെസിഫിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റയൊന്നുമില്ല. എനിക്ക് ഒറ്റൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ബേസിക് ഫങ്ഷൻസ്. പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് എന്താണ്? എനിക്ക് മൾട്ടിപ്പിൾ ഡാറ്റയെ യൂസ് ചെയ്ത് ഒരു സ്പെസിഫിക് പീസ് ഓഫ് കോഡിനെ റീയൂസ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ പ്രിന്റ് x+y എന്ന് പറഞ്ഞ ഈ കോഡിനെ എത്ര തവണ വേണമെങ്കിലും റീയൂസ് ചെയ്യാം, ഞാൻ പറയുന്ന വാല്യൂസ് യൂസ് ചെയ്തിട്ട്, അല്ലേ? സോ ഇങ്ങനെ എഴുതുന്നതിനാണ് പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. മാം, ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ഡാറ്റ ഫോർ മൾട്ടിപ്പിൾ യൂസേജ് അല്ലേ? കറക്റ്റ്, ഫോർ മൾട്ടിപ്പിൾ യൂസേജ്. കറക്റ്റ്. ഓക്കെ. സോ ഇവിടെ x, y എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ് ചെയ്യുന്നില്ലേ ഡെഫ് ആഡ് കഴിഞ്ഞിട്ട്? ഇതിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. എക്സിനും വൈക്കും വിളിക്കുന്ന പേരാണ്. എക്സിനെയും വൈനെയും പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. ക്ലിയർ ആണോ അതുവരെ? ഫങ്ഷൻസ് ഏതൊരു പറഞ്ഞു നിർത്തിയത്? മൾട്ടിപ്പിൾ ഡേറ്റ യൂസ് ചെയ്ത് നമ്മള് ഫങ്ഷൻ. മാം, അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് അഡീഷൻസ് പെർഫോം ചെയ്യാം അല്ലെ? എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് അഡീഷൻസ് പെർഫോം ചെയ്യാം. ഇതിൽ നമ്മളിപ്പോ 6,7 13,5 എന്നെല്ലാം പാസ് ചെയ്യുന്നില്ലേ? അതിനെ പറയുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റർ. ആക്ച്വൽ പാരാമീറ്ററോ? ആക്ച്വൽ പാരാമീറ്റർ വാല്യൂ ആയിട്ട് പാസ് ചെയ്യുന്നതിനെ വാല്യൂക്കാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. അതെ, ആ വാല്യൂസിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 6,7 13,5 എന്ന് കൊടുക്കുന്നില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റർ. പക്ഷെ അത് ജസ്റ്റ് ഒരു ഡേറ്റ അല്ലേ മാം? ജസ്റ്റ് ഒരു ഡാറ്റയാണ്, പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പാരാമീറ്ററിന്റെ വാല്യൂ ആയിട്ടല്ലേ പാസ് ചെയ്യുന്നേ. ഓക്കെ. സോ അതുകൊണ്ടാണ് അതിനെ ആക്ച്വൽ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ മുകളിൽ കൊടുത്തുള്ള എക്സ് ആൻഡ് വൈനെ പറയുന്ന പേരാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അയ്യോ, ആരാണ് അയ്യോ പറഞ്ഞത്? ഞാനാ പറഞ്ഞേ. അല്ല, നേരത്തെ അതിന് ഞാൻ പാരാമീറ്റേഴ്സ് എന്ന് ഇട്ടായിരുന്നു. അത് പാരാമീറ്റേഴ്സ് ആണ്. അതിനെ നമുക്ക് അതിന്റെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കാം. ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫോർമൽ അല്ലേ? ഫോർമൽ പാരാമീറ്റേഴ്സ്. ക്ലിയർ ആണോടാ?
ഓക്കെ. ഓക്കെ. ഇനി ലെറ്റ്സ് സേ എനിക്ക് ഈ ഫങ്ഷൻസിന് ഫങ്ഷനിൽ നിന്ന് കിട്ടുന്ന ആക്ഷൻ ഒരു റിസൾട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ആഡ് കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലെ? ആ റിസൾട്ടിനെ എനിക്ക് റീയൂസ് ചെയ്യണം എന്ന് വിചാരിക്കൂ. നമ്മൾ ഇതുവരെ പറഞ്ഞങ്ങനെ കോഡിനെ റീയൂസ് ചെയ്യുന്ന കാര്യം മാത്രമാണ് അല്ലെ? ഇനി ഞാൻ പറയുന്നത് കോഡിനെ റീയൂസ് ചെയ്യുന്ന കേസല്ല, പകരം എന്തിനാണ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആ റിസൾട്ടിനെയാണ് റീയൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് റിട്ടേൺ എന്ന ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് എന്താണ് അതിനെ റിട്ടേൺ ചെയ്യിക്കാൻ വേണമെങ്കിൽ അപ്പോ ഒന്നുകൂടെ പറയാം. പ്രിന്റ് എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ പ്രിന്റ് 3,3,5 എന്ന് കൊടുത്ത് എന്താന്ന് മനസ്സിലായല്ലോ? പാരാമീറ്റേഴ്സ് ക്ലിയർ അല്ലേ? ഇനി ലെറ്റ്സ് സേ എനിക്ക് വേണ്ടത് ഇതിന്റെ റിസൾട്ട് ഡെഫ് ആഡ് ഓഫ് എക്സ് കോമ വൈ. ഇതിന്റെ റിസൾട്ടിനെ എനിക്കൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് രണ്ടാമതും റീയൂസ് ചെയ്യണം എന്ന് വിചാരിക്കൂ. അതായത് ആഡിന്റെ റിസൾട്ട് കിട്ടിയിട്ട് അതിനെ എന്ത് ചെയ്യണം? എനിക്ക് ഡിസ്പ്ലേ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യണം. അതെ, വേറൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനുണ്ട്. അത് എന്തും ആവാം. എനിക്ക് സം കൈൻഡ് ഓഫ് ആക്ഷൻ പെർഫോം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ എനിക്ക് എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന കീവേഡ് ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ആഡ് എന്ന് പറയുമ്പോൾ എന്റെ സം റിസൾട്ട് ഉണ്ടല്ലോ, പ്രിന്റ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുന്നില്ലേ? അതിൽ റിസൾട്ട്, അതെ, ആ ഫംഗ്ഷൻ എൻഡ് ഓഫ് ദ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട്. ഡയാന ക്ലിയർ ആണോടാ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഡയാന ക്ലിയർ ആണ്. Just 1 second, എടാ. return. ഒരു കാര്യം ചെയ്യും, ബേസിക് ഫംഗ്ഷനിൽ തന്നെ കൊടുക്കാം നമുക്കത്. ബേസിക് ഫംഗ്ഷനിലേക്ക് തന്നെ പോകും ഫസ്റ്റ്. ഇതില് താഴെ ടൈപ്പ് ചെയ്യൂ ഡെഫ് അഡീഷൻ. ആഡ് മാറ്റി അഡീഷൻ. അഡീഷൻ, യെസ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കും. ആഡ് മാറ്റിയല്ല, വേറെ ഫംഗ്ഷൻ ആയിട്ടേ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡെഫ് അഡീഷൻ നമ്മൾ കൊടുക്കാൻ കാരണം മേളില് ആഡ് ചെയ്തുകൊണ്ടല്ലേ? ആഡ് എന്ന പേര് കൊടുത്തത് കൊണ്ടാണ് അഡീഷൻ എന്ന് കൊടുക്കുക. ഇഷ്ടമുള്ള പേര് കൊടുക്കാം നമുക്ക്. ഓക്കെ, സോ അഡീഷൻ, യെസ്. എക്സ് ഈക്വൽസ് 10, വൈ ഈക്വൽസ് ഇഷ്ടമുള്ള വാല്യൂ. എക്സിനും വൈനും വാല്യൂസ് അസൈൻ ചെയ്തോളൂ. അത് ഈക്വൽസ് 10. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്യൂ റിട്ടേൺ എക്സ് പ്ലസ് വൈ. ഞാൻ എക്സിന് പകരം എയും ബിയും കൊടുത്തേക്കുന്നത്. അപ്പൊ എ പ്ലസ് ബി. ഓക്കെ, ഇനി എന്ത് ചെയ്യൂ? താഴെ വരൂ, ടൈപ്പ് ചെയ്യൂ, താഴെ വരൂ, ബാക്ക് സ്പേസ് അടിക്കൂ, പ്രിന്റ് അഡീഷൻ. മാം പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് അഡീഷൻ കൊടുത്താൽ മതിയോ?
അഡീഷൻ എന്ന് പറയാ. എന്നിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടൂ. ശിവ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇട്ടേടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതോ? യെസ് കറക്റ്റ്. നോ പാരാമീറ്റേഴ്സ്, കുഴപ്പമില്ല. അപ്പൊ അത് ആദ്യം അഡീഷനെ പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ് നമ്മള്. ബിക്കോസ് നമുക്ക് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മാനുവലി പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്ലിയർ ആയോടാ ഡയാന? പ്രിന്റുവിന് ക്ലിയർ ആയോടാ? ക്ലിയർ ആയി ഓക്കെ മാം. ഇതിലും എളുപ്പമല്ലേ നമ്മൾ ആ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷനിൽ ഇങ്ങനെ വാല്യൂ കൊടുത്തുവാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ഡേറ്റ നമുക്ക് മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ഡാറ്റ വെച്ച് ചെയ്യാം. ഇവിടെയും നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇവിടെയും നമുക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബേസിക് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ രണ്ടു തരത്തിൽ കൊടുക്കാമെന്നേ ഉള്ളൂ അല്ലേ അഡീഷൻ? അതെ. ഓക്കെ. ഇപ്പൊ ആദ്യത്തെ നമ്മൾ യൂസ് ചെയ്യുമ്പം അതിന് വാല്യൂ അസൈൻ ചെയ്യുക, എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ആഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുക. രണ്ടാമത് കൊടുക്കുമ്പം ഓൾറെഡി നമ്മൾ ഡെഫിനകത്ത് അഡീഷൻ ഉണ്ട്, വാല്യൂ കൊടുക്കുക, അതിനെ റിട്ടേൺ ചെയ്യിപ്പിക്കുക, എന്നിട്ട് ആ അഡീഷനെ പ്രിന്റിനകത്ത് എന്താ എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യിക്കുക. ഓക്കെ. ക്ലിയർ ആണോടാ ഡയാന, റിന്റു, മൂന്ന് പേരും? ക്ലിയർ ആണ്. ഓക്കെ. ഇനി പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷനിലേക്ക് വരൂ. നമ്മളിപ്പോ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കിക്കേ, പാരാമീറ്റേഴ്സിൽ എങ്ങനെയായിരിക്കും വരിക എന്ന്. തെറ്റാണ് ഞാൻ തിരുത്തി തരാം. പുതിയൊരു ഫംഗ്ഷൻ എടുക്കട്ടെ, അഡീഷൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തോളൂ. അഡീഷന് പേര് കൊടുത്തു. പാരാമീറ്ററൈസ്ഡ് ആണ് കൊടുക്കേണ്ടത്. പാരാമീറ്ററൈസ്ഡ് y. ഡയാന ഓപ്പൺ ചെയ്യുന്നുണ്ടോ? ഷെയർ ചെയ്യണോടാ സ്ക്രീന്? ചെയ്യുന്നുണ്ട് മാം. ഷെയർ ചെയ്യണോ സ്ക്രീന്? ഇല്ല, ചെയ്യുന്നുണ്ട് മാം, കുഴപ്പമില്ല. ഓക്കെ. ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണേ. ഇനി അവിടെ പ്രിന്റ് വേണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ല, റിട്ടേൺ. യെസ്, പകരം റിട്ടേൺ കൊടുക്കൂ. അവിടെ x plus y. റിട്ടേൺ x plus y എന്നുള്ളത് നമുക്ക് മാം അവിടെ ബ്രാക്കറ്റ് ആണോ റിട്ടേൺ x plus y? ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മാറ്റർ ചെയ്തില്ല. അപ്പം ബ്രാക്കറ്റ് ഇല്ലാതെ x plus y എന്ന് ഇടാം. റിട്ടേൺ സ്പേസ് x plus y ഏതായാലും മതി. ഓക്കെ. ഇനി അഡീഷൻ ഒന്ന് ഇൻവോക്ക് ചെയ്യൂ, നേരത്തെ ചെയ്ത പോലെ. പ്രിന്റ് ഓഫ് അഡീഷൻ അല്ലേ? പ്രിന്റ് ഓഫ് അഡീഷൻ x, y. ആ x, yക്കകത്ത് വാല്യൂ കൊടുക്കണോ മാം? കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ കിട്ടത്തില്ലല്ലോ. ആക്ച്വൽ ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യേണ്ടത്. ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ വേണ്ടേ? അഡീഷൻ x ബ്രാക്കറ്റ്സ് രണ്ട് വാല്യൂസ് പാസ് ചെയ്തോളൂ. x, y അല്ല, അവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ കൊടുക്കണം, ഏതാണോ വാല്യൂസ്. സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാ മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്. എക്സിക്യൂട്ട് ചെയ്തേ. x, y ന്റെ വാല്യൂ എവിടെ? 12. 45 ഇടയ്ക്ക് എന്താ സൈന്? പ്ലസ്
അല്ല അങ്ങനല്ലേ? അതെല്ലോ. ഉം. അങ്ങനെയല്ലെന്നാണോ പറയണേ? എങ്ങനെയാടാ? ആ പ്ലസ് അല്ലേ കിടക്കുന്നേ അവിടെ? അതെ. അല്ല കോമയാണോ? കോമയാണ് വരിക. കോമ പക്ഷേ സെപ്പറേറ്റ് ആണ് ആക്ച്വൽ അയ്യോ അയ്യോ പാരാമീറ്റേഴ്സ് അയ്യോ. കൊടുക്കുക. ഉം. മുകളിൽ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ആഡിന്. ഓക്കെ. കോമ ആൻഡ് ഓക്കെ. നമുക്ക് അവിടെ ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ പിന്നെ ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരി. മാം ഒരു സംശയം ചോദിച്ചോട്ടെ. ഹലോ പറഞ്ഞോ. മാം ഇപ്പൊ ഇവിടെ നമ്മള് പ്രിന്റ് ഓഫ് അഡീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഡേറ്റ പാസ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ മേളത്തെ ഒരു ആക്ച്വൽ പാരാമീറ്റേഴ്സിന് നമ്മൾ പാസ് ചെയ്തല്ലോ ഇപ്പൊ ഇതിനകത്ത്. മാം ഒരു മിനിറ്റ്. ഹലോ മാം, കേക്കാവോ? കേക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ മൾട്ടിപ്പിൾ ഡേറ്റാസിനെ പാസ് ചെയ്യുവാനാണെങ്കിൽ നമുക്കിവിടെ പ്രിന്റ് ഓഫ് അഡീഷൻ കഴിഞ്ഞിട്ട് ഇപ്പം x = 40, 50 അങ്ങനെയൊക്കെ കൊടുക്കാവോ? കൊടുക്കാം. ഓക്കെ. മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ഡേറ്റാസിനെ പാസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യിക്കുക, എന്നിട്ട് ഇങ്ങനെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് കൊടുക്കുക അല്ലേ? അതെ. ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആണോടാ? പാരാമീറ്റേഴ്സിൽ എങ്ങനെയാണ് വലിയൊരു നമ്മളിപ്പോ ഒരു കോഡ് എഴുതുകയാണെങ്കിൽ ഈ കുറെ സെറ്റ് കഴിഞ്ഞിട്ട് അടുത്തതിന് വരുമ്പോ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇപ്പം ഇവിടുത്തെ ഫംഗ്ഷൻ ആദ്യത്തെ ആഡും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ആഡും രണ്ടാമത്തെ അഡീഷനും ആയിട്ടല്ലേ കൊടുത്തേക്കുന്നത്? ആണ്. ഫോർ ആൻ എക്സാമ്പിൾ, ഈ ആഡിനകത്ത് നമ്മള് ഇപ്പം സബ്സ്ട്രാക്ഷൻ ആണ് പറഞ്ഞേക്കുന്നതെന്ന് കൂട്ടിക്കോ. അഡീഷനകത്ത് നമ്മൾ ആഡ് ചെയ്യുക തന്നെയാണ്. അപ്പൊ എനിക്ക് സബ്സ്ട്രാക്ഷൻ വേണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പം ഈ ഡെഫ് ആഡ് അല്ലെങ്കിൽ പ്രിന്റ് ആഡ് എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്താൽ മതി. അതിനെ വീണ്ടും കോൾ ചെയ്യുമോ? അത് വീണ്ടും കോൾ ചെയ്യും. ഓക്കെ. അപ്പൊ അതിനകത്ത് എന്താണോ ഉള്ളത് അത് ചെയ്തു തരും. അതായത് അഡീഷൻ ആണെങ്കിൽ അഡീഷൻ, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ അല്ലേ? ഓക്കെ, മനസ്സിലായോടാ? മനസ്സിലായി മാം എന്ന് വിചാരിക്കുന്നു. ഇനി ലെറ്റ്സ് സേ എനിക്ക് ഒരു റിസൾട്ടിനെ അല്ല പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കൂ. അതായത് എക്സിനെയും വൈനെയും ഗെറ്റ് ചെയ്തിട്ട് എല്ലാ ബേസിക് ഓപ്പറേഷൻസും, അതായത് എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ, എക്സ് മൾട്ടിപ്ലിക്കേഷൻ വൈ, എക്സ് ഡിവിഷൻ വൈ, ഈ 4 ഓപ്പറേഷൻസിനെയും എനിക്ക് ഒരുമിച്ച് റിട്ടേൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാം ഇതിനകത്ത് റിട്ടേൺ x + y കഴിഞ്ഞിട്ട് റിട്ടേൺ x - y അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? റിട്ടേൺ എക്സ് മൈനസ് വൈ ഇല്ല, അങ്ങനെയല്ല കൊടുക്കുക. പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്ത് ഇതിൽ തന്നെ ടൈപ്പ് ചെയ്ത് പോയിക്കോളും. അഗെയിൻ ഡെഫ് അഡീഷൻ അല്ലെങ്കിൽ ഡെഫ് അഡീഷൻ 1 പേര് കൊടുത്തോളൂ ഇതിന്. ഓക്കെ. x, y return space x plus y comma brackets വേണ്ട, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് വേണ്ട, ബ്രാക്കറ്റ്സ് ഇല്ലാതെ കൊടുക്കുക. return space x plus y space comma space x + y comma space comma space x minus y comma x multiplication y comma x division y. ഡിവിഷൻ എന്തായിരുന്നു? ഇതാണ്. ഓക്കെ.
അഡീഷൻ എക്സ് പ്ലസ് വൈ ചെയ്യൂ കേട്ടോ. ഇൻവോക്ക് പ്രിന്റ് ചെയ്തോളൂ. ഇവിടെ നമ്പർ നമ്മൾ ഡേറ്റ കൊടുക്കണം അല്ലെ? ആക്ച്വൽ പാരാമീറ്റർ. ആക്ച്വൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം ഇൻവോക്ക് ചെയ്യുമ്പോൾ. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ മതിയല്ലോ മാം. ഇഷ്ടമുള്ള വാല്യൂ കൊടുത്താൽ മതി. യെസ്. ഇവിടെ ഇപ്പൊ എന്താ റിട്ടേൺ ആയിരുന്നു നോക്കൂ. ലാസ്റ്റ് 47 മൈനസ് 21 442 പിന്നെ 8.382 അല്ലേ? എക്സിന് ഞാൻ 13 എന്നും ഓക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കട്ടെ. One 15, 10. Okay. കറക്റ്റാ മാം. മനസ്സിലായടാ? മനസ്സിലായി. മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് വരെ ക്ലിയർ ആണോ? മൾട്ടിപ്പിൾ റിട്ടേൺ ടൈപ്പ് വരെ ക്ലിയർ ആണോ? മാം ഇപ്പൊ നമ്മള് പഠിച്ചത് ഇപ്പൊ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് അല്ലേ? അതെ, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇനി ഒരു തരത്തിലുള്ള ഇതും കൂടി ഉണ്ട്, പറഞ്ഞുതരാം. അതിന്റെ പേരാണ് വേരിയബിൾ ലെങ്ത് ഫംഗ്ഷൻസ്. ഇതിനകത്ത് തന്നെ കൊടുക്കാമോ അല്ലേ? പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഓക്കെ. വേരിയബിൾ ലെങ്ത് ഫംഗ്ഷൻസ്. വേരിയബിൾ ലെങ്ത് ഫംഗ്ഷൻസ്. ക്രിയേറ്റ് ചെയ്തോളൂ. ഒരു സെക്കൻഡ് മാം, ഒരു സെക്കൻഡ്. ഓക്കെ. വേരിയബിൾ. ഓക്കെ. ഇവിടെ ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഡെഫ് ഫൈൻഡ് മാക്സ്. എന്തോ മാം കേൾക്കുന്നില്ല. ഡെഫ് ഫൈൻഡ് മാക്സ്. മാക്സ് ബ്രാക്കറ്റിലാണോ മാം? മാക്സ് വേണ്ട, MAX ജസ്റ്റ് കൊടുത്താൽ മതി. ഫംഗ്ഷന്റെ പേരാണ്. ഓക്കെ, ഫൈൻഡ് മാക്സ്. ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ. ഓക്കെ, ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ സ്റ്റാർ ARGS. എന്തുവാ സ്റ്റാർ കൊടുത്തേടാ. ARGS. സ്റ്റാർ ARGS. അപ്പോ താഴെ ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്തോളൂടാ. റിട്ടേൺ അല്ലെ പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് ബ്രാക്കറ്റ്സില് മാക്സ് MAX ആണ്. X ആണോ? ഓക്കെ, അതോ സെലക്ട് ചെയ്യൂ. മാക്സ് ബ്രാക്കറ്റ്സില് മാക്സ് സോറി X.
ഓക്കെ. ഓക്കെ. ഇനി ഫൈൻ മാത്സ് ഒന്ന് വിളിച്ചേടാ. മാം പ്രിന്റ് ഓഫ് മാത്സ് എന്ന് കൊടുത്താൽ മതിയോ? പ്രിന്റ് ഓഫ് മാത്സ് മതി. പ്രിന്റ് ഓഫ് മാത്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടാം. ഓക്കെ. അല്ല, പ്രിന്റ് ഓഫ് മാത്സ്. ഓക്കെ, ഓൾറൈറ്റ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടൂ. ARGS ആ ബ്രാക്കറ്റ്സിൽ തന്നെ. ഓ, അതിൽ തന്നെ ബ്രാക്കറ്റ്സിൽ തന്നെ ARGS കൊടുക്കൂ. നേരത്തെ അങ്ങനെ വന്നായിരുന്നു. ഓക്കെ. പ്രിന്റ് വേണ്ട, ജസ്റ്റ് മെയിൻ ഡോട്ട് ARGSനെ ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി. പ്രിന്റ് ഫൈൻ മാത്സോ? എന്തോ മനസ്സിലായില്ല. ഇൻവോക്ക് ചെയ്യണം അതിനെ. ഓക്കെ, എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്? റിട്ടേൺ. അത് പുറത്തല്ല, അകത്ത് തന്നെ അല്ലേ? പ്രിന്റ് എല്ലാം ചെയ്തു, റിട്ടേൺ ചെയ്യണ്ട. പ്രിന്റ് കൊടുത്താൽ മതി, കുഴപ്പമില്ല. റിട്ടേണിങ്ങും പ്രിന്റ് ഒരുമിച്ച് ചെയ്യണ്ട, സെയിം വാല്യൂന്. ഓക്കെ. പ്രിന്റ് ഫൈൻ മാത്സോ? യെസ്, പ്രിന്റ് മാത്സ് വേണ്ട, പറഞ്ഞുതരാം. എല്ലാവരും എത്തിയായിരുന്നോ? ടൈപ്പ് ചെയ്യൂ. ബാക്ക് സ്പേസ് അടിക്കൂ. പ്രിന്റ് വരെ ഇട്ടേക്കുക ഞാൻ. പ്രിന്റ് വരെ ഇട്ടു. യെസ്. നെക്സ്റ്റ് ടൈപ്പ് ചെയ്യൂ. പ്രിന്റ് മാത്സ് ഓഫ് ആക്സ്. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്യൂ. ഓക്കെ. ഇതില് പ്രൗഡ് അല്ല പ്രിന്റ് കൊടുക്കണം. ബാക്ക് സ്പേസ് അടിക്കൂ. ബാക്ക് സ്പേസ്. യെസ്. ആദ്യം ഒറ്റ സിംഗിൾ വാല്യൂ എടുക്കും അതിലേക്ക്. സിംഗിൾ വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ്. അയ്യോ, മാം എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിലാവുന്നില്ല. പറഞ്ഞുതരാം. ഇതുവരെ എത്തിയോ? ഇനി നമുക്ക് ഈ ഫൈൻഡ് മാത്സിനെ ആക്സസ് ചെയ്യാം. എങ്ങനെ ഇൻവോക്ക് ചെയ്യാം? അല്ല, ഫൈൻഡ് ഓഫ് മാത്സ് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ കൊടുക്കാം? ഫൈൻഡ് മാത്സ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ ആഡ് കോൾ ചെയ്ത പോലെയാണോ? ആഡ് കോൾ ചെയ്ത പോലെ, അതെ. അപ്പം ഫൈൻഡ് മാത്സ് ആർട്സ് എന്ന് വരും അല്ലേ? അതെ, ആർക്സ് അല്ല. ഇവിടെ നമ്മൾ എന്താ പാസ് ചെയ്യേണ്ടത്? ആക്ച്വൽ വാല്യൂസ് ആണല്ലേ? എങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ പാസ് ചെയ്യാ? ഏതെങ്കിലും വാല്യൂ, അതായത് വാല്യൂ. കറക്റ്റ്. പക്ഷെ നമ്മളിത് അതെങ്ങനായിരുന്നു ചെയ്യുന്നത്? നമ്മള് കോൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? റിട്ടേൺ വെച്ചല്ലായിരുന്നു, അതോ ജസ്റ്റ് ഫൈൻ മാത്സ് അതിന്റെ പേര് വിളിച്ചാണോ? റിട്ടേൺ വെച്ചാണെങ്കിൽ ചെയ്തു. അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് റിട്ടേൺ വെച്ച് അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. പ്രിന്റ് കൺഫ്യൂഷൻ ആയിട്ട് റിട്ടേൺ അടിച്ചോ. അത് എക്സിറ്റ് ചെയ്തിട്ടല്ലേ റിട്ടേൺ വിളിക്കണ്ടേ? എക്സിറ്റ് ചെയ്യുന്നതിന് ഉള്ളിൽ വെച്ചിട്ട്, ഐ മീൻ അകത്ത് ഇതിനകത്ത് ഇരുന്നുണ്ട്. അപ്പം ബാക്ക് സ്പേസ് അടിക്കണ്ട ഞാൻ അല്ലേ? ബാക്ക് സ്പേസ് അടിക്കണ്ട, ടൈപ്പ് ചെയ്തോളൂ. റിട്ടേൺ ഫൈൻ മാത്സ് അല്ലേ? ഫൈൻഡ് മാത്സ് കറക്റ്റ് ആണ്. എന്നിട്ട് വാല്യൂ, ആക്ച്വൽ വാല്യൂ. ഫൈൻഡ് മാത്സ് ഓഫ് അല്ല, റിട്ടേൺ മാത്സ് ഓഫ് ARGS ട്ടോ. അതെങ്ങനെ മാം? മാത്സ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ടു ഫൈൻഡ് ദ ഗ്രേറ്റർ നമ്പർ. ഒരു കളക്ഷനെ തന്നിട്ട്
അതിൻ്റെ അകത്ത് മാക്സിമം നമ്പേഴ്സിനെ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് മാത്സ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് മാത്സ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് നോട്ട്സിലുണ്ട്, നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്താന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇൻപുട്ട് അതുപോലെ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞു. അതേപോലെ തന്നെയുള്ള മറ്റൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് മാത്സ് എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പൊ മാക്സ് നമ്മൾ 2-3 വാല്യൂ കൊടുക്കണം. അതെ, കറക്റ്റ്. മാം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഫൈൻ മാക്സിനകത്ത് വാല്യൂ പാസ് ചെയ്തു. അതായാലും എത്ര വാല്യൂസ് പാസ് ചെയ്തു? ഞാൻ 5, 10, 15 3 വാല്യൂസ് പാസ് ചെയ്തു. അപ്പൊ അതിൽ 15 റിട്ടേൺ ആയി. ശരിയാണോ? റിട്ടേൺ ആയി, കറക്റ്റ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, പ്രിന്റ് ചെയ്തോളൂ. അത് പ്രിന്റ് ഫൈൻ മാത്സ് ഓഫ്. പ്രിന്റ് എന്നോടാണോ? ശിഖ ബാക്ക് സ്പേസ് അടിക്കടാ. എവിടെ എക്സ്ട്രാ വിളിക്കണ്ടേ? മാം ഞാൻ കൊടുക്കണ്ടല്ലോ. വേണ്ട, നീ പ്രിന്റ് ആണ് കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ സ്പെസിഫിക്കലി പ്രിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ബ്രാക്കറ്റിന്റെ അകത്താണോ മാം ഫൈൻഡ് മാത്സിന്റെ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ആദ്യം ഒരു 3 വാല്യൂസ് പാസ് ചെയ്യും. അയ്യോ, ഞാനിപ്പോ ചെയ്തിരിക്കുന്ന തെറ്റാണോ ശരിയാണോ? പ്രിന്റില് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക് എന്ന് ശരി തന്നെ പറ. പ്രിന്റ് ഇവിടുത്തെ ആണോ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പ്രിന്റ് ബ്രാക്കറ്റ്സ് വേണ്ടേടാ? വേണം. വേണം. അത് പെട്ടെന്ന് ഓർമ്മ അല്ലേ? മനസ്സിലായി. ഓക്കെ. ആദ്യം 3 വാല്യൂസ് കൊടുക്കൂ കേട്ടോ. ഓക്കെ. 22. ഓക്കെ. ഇനി ഒരു വട്ടം കൂടെ ഇതേപോലെ പ്രിന്റ് കൊടുക്കൂ. ഇതേപോലെ പ്രിന്റോ? ഇത്തവണ 2 വാല്യൂസ് കേട്ടോ. രണ്ട് വാല്യൂസ് 2 വാല്യൂസ് കൊടുക്കണം. 2 കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി ഒറ്റൊരു വാല്യൂ കൊടുക്കുക. മാം ഞാനും കൊടുക്കണോ? എല്ലാരും കൊടുത്തോടാ. ശിഖ ഒരു കാര്യം, മാത്സ് ഓഫ് ARGS ആണ് കേട്ടോ പാസ് ചെയ്യേണ്ടത്, വാല്യൂസ് അല്ലേ. ലൈൻ നമ്പർ 3 സ്റ്റാർ ARGS അല്ലേ? സ്റ്റാർ അല്ല, വെറും ARGS. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വട്ടം കൂടെ ഒന്ന് പറഞ്ഞുതരാം. റിവൈസ് ചെയ്യും. ഇതൊന്നുകൂടെ റിവൈസ് ചെയ്ത് തരൂ കേട്ടോ. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ആദ്യം മാം ആദ്യം 3 വാല്യൂ പാസ് ചെയ്തു, പിന്നെ 2 വാല്യൂ, പിന്നെ ഒറ്റ വാല്യൂ. അതെ. അതിന്റെ അനുസരിച്ച് അക്കോർഡിംഗ് എത്ര തവണ നിങ്ങൾക്ക് പ്രിന്റ് ആയി? 15, 10, 5. കറക്റ്റ്. 3 തവണ വാല്യൂ പ്രിന്റ് ആയി അല്ലേ? ഇത്തവണ നിങ്ങൾ കൊടുത്തത് എല്ലാ തവണയും ഫിക്സഡ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആയിരുന്നോ? അല്ല, ഓരോ തവണ ഡിഫറെന്റ് ആയിരുന്നല്ലേ? വേരിയബിൾ ആയിരുന്നതല്ലേ? അത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനാണ് എന്ത് പറയുക? വേരിയബിൾ ലെങ്ത് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. മാം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണോ? മെയിൻലി യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫംഗ്ഷനാലിറ്റി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ടോപ്സ് കോൺസെപ്റ്റ് എന്നിട്ട് പഠിക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ അതിൽ പോളിമോർഫിസം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ ഇത് അപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ശരിക്കും? അപ്പം ഈ ഫൈൻ മാക്സ് എന്ന് പറഞ്ഞ മാക്സിമം ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ? മാക്സിമം എമംഗ് ദ ലിസ്റ്റ് എമംഗ് ദ ഗിവൺ നമ്പേഴ്സ് റിട്ടേൺ ചെയ്യാനായിട്ട്.
ഫൈൻഡ് മാക്സ് ആയ ഫംഗ്ഷൻ നമ്മൾ എഴുതിയത് ഒന്നിൽ കൂടുതൽ നമ്പേഴ്സോ കൊടുക്കുമ്പോൾ അതില് എന്തിനെ റിട്ടേൺ ചെയ്യാനാണ്? അതിനകത്ത് മാക്സിമത്തിന് അതിന്റെ മോസ്റ്റ് മാക്സിമം വാല്യൂനെ റിട്ടേൺ ചെയ്യും. സോ അവിടെ അങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ പാസ് ചെയ്യുന്ന ഫോർമൽ പാരാമീറ്റർ ആണ് സ്റ്റാർ ARGS. അതായത് സ്റ്റാർ ARGS ഏതെങ്കിലും ഫംഗ്ഷന്റെ അകത്ത് കണ്ട് കൺഫേം ചെയ്തോളൂ, അതൊരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ആണ്. സോ ഒരു മിനിറ്റ് മാം, അതായത് ഒരു മിനിറ്റ്, സ്റ്റാർ ARGS is used for is the formal parameter used for variable length functions. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. the formal parameter used for variable length functions. function. Okay. അതായത് സ്റ്റാർ ARGS എന്ന് പറഞ്ഞ അല്ലേ? അതെ. എന്നിട്ട് എനിക്ക് അതിന്റെ ഓരോ വാല്യൂസിന് എക്സ്ട്രാക്ട് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്റ്റാർ ഒഴിവാക്കിയിട്ട് ARGS മാത്രമായിട്ട് പ്രിന്റ് ചെയ്താൽ മതി. എങ്ങനെയാ മാം? ഇവിടെ സ്റ്റാർ ARGS എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ ലെങ്ത് ആണ് ഡിനോട്ട് ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? സോ അതിനുശേഷം മാത്സ് ഓഫ് ARGS എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? മാത്സ് ഓഫ് ARGS എന്ന് വെച്ചാൽ എന്താണ് വരുന്നത് വെച്ചാൽ, നമ്മളുടെ കയ്യിലെ ലിസ്റ്റ് എന്താണോ ആ ലിസ്റ്റിന്റെ അകത്ത് ഓരോ വാല്യൂസിനായിട്ട് അൺപാക്ക് ചെയ്യാം. അതായത് നിങ്ങളിപ്പോ കൊടുത്ത 22, 34, 50 എന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ ഈ എല്ലാ വാല്യൂസിനെയും കൂടി 22, 34, 50 ഉള്ള ഓരോ വാല്യൂസ് ഈച്ച് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ARGS. നെക്സ്റ്റ് 2, 23, 33 എന്ന് രണ്ട് വാല്യൂസ് ഉണ്ട്. ഇവിടെ എന്ത് സംഭവിക്കും? ഈ ആദ്യം 223 എടുക്കും, പിന്നെ അതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്തു? 333 ആയിട്ട് കമ്പയർ ചെയ്തു. അൺപാക്കിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? ARGS എന്ന് കൊടുത്തുകൊണ്ടാണ്. ആൻഡ് അപ്പൊ അതിന്റെ ഫോർമൽ പാരാമീറ്റർ എന്താണ് വരിക? സ്റ്റാർ ARGS. അത് അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ, മാറ്റി കൊടുക്കാൻ പാടില്ലേ. സ്റ്റാർ ARGS പകരം വേറെ ടേംസ് ഒന്നും യൂസ് ചെയ്തത്. മനസ്സിലായടാ? ഇപ്പൊ ക്ലിയർ ആയോ ചികക്ക്? ക്ലിയർ ആയി, പക്ഷേ കിട്ടാത്തേ സ്റ്റിൽ ക്ലിയർ ആയില്ല മാം. എവിടെ എക്സ്ട്രാ ഏത് പോയിന്റിലാ ക്ലിയർ ആവാത്തേന്ന് പറ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടോ? അതിന്റെ പ്രശ്നം എന്താ പറയാ, മറ്റേ മുകളിലെ പ്രിന്റ് ഒന്ന് കമന്റ് ചെയ്ത നമ്പർ 2. ഓക്കെ, ഞാൻ മറ്റേ റിട്ടേൺ കമന്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ ഇതൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ ഇപ്പം വന്നു. അപ്പൊ അത് മാറി. ഇനി കോഡ് ഒരു വട്ടം പറഞ്ഞുതരാം, അപ്പൊ ക്ലിയർ ആവും. ഒരു വട്ടം കൂടെ ഒന്ന് പറഞ്ഞുതരൂ ചിലപ്പോ. ലൈൻ നമ്പർ 4 നോക്കിക്കേ. ഫൈൻഡ് മാത്സ് ഓഫ് എത്ര നമ്പേഴ്സ് പാസ് ചെയ്തിട്ടുണ്ട്? 3 നമ്പേഴ്സ്. സെക്കൻഡ് ടൈമോ? ലൈൻ നമ്പർ 6ലോ 2 നമ്പേഴ്സ് പാസ് ചെയ്തു. അതിന്റെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒറ്റ നമ്പർ പാസ് ചെയ്തു അല്ലേ? ഇവിടെ ഓരോ തവണയും കൊടുക്കുന്ന ലെങ്ത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇല്ലേ? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഫങ്ഷൻസിനാണ് എന്ത് വിളിക്കുക? വേരിയബിൾ ലെങ്ത് ഫങ്ഷൻസ്. ഓക്കെ, മനസ്സിലായടാ? ഇനി നെക്സ്റ്റ് ഈസ് ഇങ്ങനെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സിനെ അച്ചീവ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഫോർമൽ പാരാമീറ്റർ സ്റ്റാർ ARGS. അത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി മാത്സ് ഓഫ് ARGS എന്ന് പാസ് ചെയ്തിട്ടില്ലേ? ഇവിടെ ARGS എന്തിനാ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ARGS ആണ് നമ്മളുടെ ഈ
നമ്മളിവിടെ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിലെ ഓരോ വാല്യൂസിനെയായിട്ട് അൺപാക്ക് ചെയ്ത് എടുക്കുന്നത്. ഓരോ വാല്യൂസിനെ അൺപാക്ക് ചെയ്യാന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ മാം? അൺപാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഓരോരോ വാല്യൂസിനായിട്ട് പിക്ക് ചെയ്യുക, അങ്ങനെ പറയാൻ ആ ഓക്കെ ഓക്കെ മനസ്സിലായി. ഓരോരോ വാല്യൂസിനായിട്ട് പിക്ക് ചെയ്തെടുത്തിട്ട് അതിനനുസരിച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യുന്ന ആളാണ് ARGS. സ്റ്റാർ ARGS കൊടുത്ത് എന്തിനായിരുന്നു? വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സിനെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഫോർമൽ പാരാമീറ്റർ ആണ് സ്റ്റാർ ARGS. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺപാക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതാണ്? ARGS. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഓക്കെ. ക്ലിയർ ആയോ? മനസ്സിലായി. ഡയാന, ഈ ക്ലിയർ ആയോടാ? സോ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. അസൈൻമെന്റ്സ് ഞാൻ സെൻഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ.